ഇത് ലേക്ക് സൈഡ് തന്നെയുള്ളൊരു എന്താണ് ഫേവ ബോട്ട് അസോസിയേഷൻ ഉണ്ടോ? ഒരു വഴിയുണ്ട്. ഇന്ന് ലേക്ക് വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അറിയില്ല അങ്ങോട്ട് പോകാൻ സമ്മതിക്കാം. ഇവിടെ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറച്ച് മോശമാണെന്ന് തോന്നുന്നു. ഒരാൾ മീൻ പിടിക്കുന്നുണ്ടോ? ഇവിടെ ഒരുപാട് മീൻ പിടുത്തക്കാരുണ്ട് കേട്ടോ. ചൂണ്ടിട്ട് എത്രയുള്ള 10-25 ഒന്നല്ലല്ലോ. ഒക്കെ ഈ മണ്ണിലേക്കല്ല എന്തോ കമ്പിയോട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക. ഞാൻ അവിടെ നിന്ന് പോന്നട്ടോ. ഞാൻ നേരത്തെ പോയ ആ ഒരു ഗാർഡനാണ്, ഒരു ലേക്കിനോട് ചേർന്നിട്ടുള്ളൊരിത്. അവിടെ ഒരുപാട് ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുള്ളത്. എന്നാലും ഉണ്ട്, അധിക പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാനിപ്പോൾ വന്നിടത്തിൽ ഒന്നുമില്ല. ഒരു റോഡിൻ്റെ സൈഡാണ്. ലേക്ക് വ്യൂ തന്നെ അധികം ഒന്നുമില്ല കണ്ടോ. ചെറിയൊരു ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അത് അവിടെ കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കുന്ന ആളുകൾ. അവരെന്തോ ഒരു മഞ്ഞ ബോൾ പോലെ എന്തോന്ന്, എന്താ അതിൻ്റെ തീറ്റയാണെന്ന് തോന്നുന്നു. തീറ്റയാണെന്തോ അറിയില്ല. ഒരു മഞ്ഞ ബോൾ പോലെ എന്തോന്ന്, അതാണ് അവർ പുറത്തിടുന്നത്. ഞാനൊക്കെ കുറച്ച് നേരം അത് നോക്കിയെന്നു. പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു ലേക്കിൻ്റെ നടുവിലൊരു അമ്പലമുണ്ടെന്ന്. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഞാൻ അവിടെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം കുറച്ച് അതായത് ഈ റോഡിൻ്റെ ഈ വശത്തേക്കാണ് അത് സ്ഥിതി ചെയ്യുന്നെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ അതിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ആ ഭാഗത്തായിട്ടാണ് കണ്ടത്. ഇത് വേറൊരു ലേക്ക് വ്യൂ കേട്ടോ. അതായത് മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട് തിരിഞ്ഞിട്ടുള്ള വേറെ ലേക്ക് വ്യൂ. ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ഈ ഭാഗത്തു നിന്ന്. ഞാൻ വന്ന സ്ഥലത്ത് മഴ പെയ്ത് ഗൈസ് റൂമിലേക്ക് തിരിച്ച് നടക്കുക. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാൻ. പക്ഷെ എന്താ ഈ മഴ സമ്മതിക്കുന്നില്ല. അതായത് ഈ മേഘങ്ങളെ ആകാശം നല്ല തെളിഞ്ഞ് കാണുന്നില്ല. നല്ല അടിപൊളി ചിത്രം എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്നപൂർണ ബേസ്, അതായത് ഈ കേബിൾ കാറിൽ പോകാനല്ലേ, അത് സരംകോട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനും പോകാൻ സാധിക്കുന്നില്ല. കാരണം ഈ മഴയുള്ള സമയത്ത് അതിനൊന്നും പോയിട്ടൊരു കാര്യമില്ല. ഒന്നാമത് അതിൻ്റെ മുകളിൽ നിന്ന് പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നപൂർണ ഹിൽ മലയുടെ, അതായത് നല്ല ഉയർന്നു നിൽക്കുന്ന മഞ്ഞ് മൂടി നിൽക്കുന്ന ആ മലയുടെ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഇനി എന്തായാലും 2 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒന്ന് ഈ മുക്തിനാഥ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് 160 കിലോമീറ്റർ കണ്ട് ദൂരത്തൊരു സ്ഥലമുണ്ട്. കുറച്ചുകൂടി മുകളിലേക്ക് ഹൈ റേഞ്ചാണ്. അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്ര വിദേശികളെന്നറിയോ, ഒരുപാടുണ്ട്. എന്തായാലും ടൂറിസം നല്ല വരുമാനം വരുന്നുണ്ട്, എന്തായാലും ഉറപ്പാണ്. അത്രയും വിദേശികളുണ്ട്. എങ്ങോട്ട് നോക്കിയാലും അവർ തന്നെ. ഈ സൈഡിൽ കേട്ടോ, ഈ ലേക്ക് സൈഡിൽ. നിങ്ങൾ ഈ ഫേവ ലേക്കിൻ്റെ നടുവിൽ ഒരു അമ്പലം കണ്ടിട്ടുണ്ട്.
അതിൻ്റെ പേരെന്താ വെച്ചാൽ തൽപരായി ടെമ്പിൾ. ആ ലേക്കിന് നടുക്കാണ് കേട്ടോ. ആ ലേക്കിലേക്ക് പോകണമെങ്കിൽ തോണി വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇല്ലേ പിന്നെ നീന്തി പോകേണ്ടി വരും. എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. उहाँको पनि परिवारमा सुख शान्ति कृष्ण दामोदरं वासुदेवं हरिं गुप्तेश्वर महादेव को श्री मुक्तेश्वर शिव धाम को श्री पासी भरा माता को श्री पंचाशे धाम को हर हर समृद्धि खाने कामना गर्दछौँ। അതൊരു കാണാനുള്ള കാഴ്ച തന്നെയാണ്. ആരൊക്കെയാണെന്നല്ലേ सबैको हामी मङ्गलको कामना വാരണാസിയിലൊക്കെ കാണുന്ന പോലെ അത് തന്നെയാണ് തോന്നുന്നത്.
വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് കാണുന്ന സമയത്ത്. ഇത് ലൈറ്റൊക്കെ ഓഫാക്കി ഒരു വല്ലാത്ത ഫീൽ അത് കാണുന്നല്ലോ. ഇത് കഴിഞ്ഞ് ഞാനിപ്പം പോവാണ്. ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ വശങ്ങളിൽ മൊത്തം ഷോപ്പുകളാണ് കേട്ടോ. ഉണ്ടോ? മൊത്തം ഷോപ്പുകളാണ്. അതായത് ഇവിടേക്ക് വരുന്ന ഈ റോഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയ മാതിരി തോന്നും. ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല. മൊത്തം ഈ ലൈന് മൊത്തം ഷോപ്പുകളാണ്. ഈ ട്രക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ജാക്കറ്റ് അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഇല്ലേ, അതൊക്കെയാണ്. ജാക്കറ്റ്, ബാഗ്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനെ ഓരോ സാധനങ്ങളില്ലേ.